ഒരു ദിവസം എത്ര കസ്റ്റമേഴ്സ് വരും? 10-23 ആൾക്കാർ വരെ അവിടെ വന്നിട്ടുണ്ട്. ഒരു ദിവസം വരെ 10-23 ആൾക്കാർ വന്നിട്ട് അവിടുത്തെ ഒരു ദയനീയ അവസ്ഥയുണ്ടല്ലോ, അത് പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാകത്തില്ല. ഒരു പെണ്ണ് ഒരാളുടെ മുന്നിൽ തുണിമാറുക എന്ന് വെച്ചാൽ അത് അവളുടെ ഭർത്താവിന് മുന്നിലായിരിക്കണം. ഒരിക്കലും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാനുള്ള ഒരു പെണ്ണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. വേണ്ട, എനിക്ക് മുഖം മറിക്കണ്ട, ഒരാവശ്യമില്ല. സുഹൃത്തുക്കളെ, ഒരു ദിവസം 23 പേരാണ് ഈ പറയുന്ന സ്ത്രീയുമായിട്ട് ഫിസിക്കലി റിലേഷൻഷിപ്പിലായത്. ഓക്കെ, അതായത് ചതിച്ചതാണ്. ദുബായിൽ വീട്ടു ജോലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് സ്ത്രീകളെ കയറ്റി കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടു ചെന്നിട്ട് മറ്റ് പല പരിപാടിക്കും ഇവരെ ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതി നമുക്ക് കാണാൻ. സുഹൃത്തുക്കളെ, ഈ ലേഡിയുടെ ഒരു 15 മിനിറ്റ് വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ആളുകളിലേക്ക് ഈ വീഡിയോ എത്തട്ടെ. ഒരുപാട് ആളുകൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കെണികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കട്ടെ. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ആ ആളാണ് നമ്മുടെ വെളിപ്പെടുത്തി നടത്താൻ പോകുന്ന പെൺകുട്ടി. എന്നോട് ആദ്യമേ പറഞ്ഞു എൻ്റെ മുഖം ഒന്നും മറയ്ക്കണ്ട. ഞാൻ പറഞ്ഞു നാളെ സമൂഹത്തെ അഭിമുഖീകരിക്കുള്ളതാണെന്ന് പറയുമ്പോഴും അതൊക്കെ വളരെ കൂളായിട്ട് നേരിട്ടൊരു സ്ത്രീയാണ്. കാരണം ഇത് ലോകം അറിയണം, ഇങ്ങനെ ഒരുപാട് സ്ത്രീകൾ ഗൾഫിൽ കുടിയും കിടപ്പുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും പറഞ്ഞു, ശരി, ആ തൻ്റെ ഇടത്തോടെ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദി നമ്മൾ പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ തൻ്റെ ഇടത്തോടെ വെളിപ്പെടുത്താൻ പോവുകയാണ് അല്ലേ? ആ ഞെട്ടിക്ക് സത്യം. ഒരു മുഖം മറയ്ക്കണ്ട, ഒന്നും വേണ്ട. നാളെ സമൂഹം എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒന്നുമില്ല. ഞാൻ എന്നെ എങ്ങനെ വിലയിരുത്തുന്നു മാത്രം ഞാൻ ചിന്തിക്കുന്നു. സമൂഹം അല്ലല്ലോ എന്നെ വിലയിരുത്തുന്നത്. സമൂഹം നല്ല രീതിയിലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു അവസ്ഥ എനിക്ക് വരത്തില്ലായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ ആ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി എന്താണ് അവിടുത്തെ പലപ്പോഴും നമുക്ക് അറിയത്തില്ല അവിടെ എന്താ സംഭവിക്കുന്നുള്ളൂ. അത് അഞ്ചു തുറന്നു പറയാൻ പോവാണ് അല്ലേ? എനിക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും അതിനുവേണ്ട എല്ലാ തെളിവുകളും ഞാൻ ശേഖരിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. ഞാൻ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. എന്താണ് ഇതിനകത്തൊക്കെ പിന്നുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞും പഠിച്ചും വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. എനിക്ക് നേരെ ആരും ഒന്നും പറഞ്ഞാൽ അത് എങ്ങനെ നേരിടാനുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഒരു കമന്റിന്റെ പുറത്ത് പോലും ഞാൻ ഒരിക്കലും തളരാൻ പോകത്തില്ല. അല്ലെങ്കിൽ അത് നിങ്ങളിപ്പോൾ ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഒരിക്കലും ചെയ്യത്തില്ല. ഞാൻ ഇതിന് എത്രമാത്രം എന്നെ കൊണ്ട് ഒരുപാട് പേര് ആ കണ്ണോടെ കാണും. ഒരിക്കലും ഇല്ല. മറ്റുള്ളവർ എന്നെ എങ്ങനെ കാണുമെന്നല്ല, ഞാൻ സ്വയം വില കൊടുക്കണം. എന്നാൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ കാണിക്കാൻ പറ്റത്തുള്ളൂ. ചെറിയ പ്രായത്തില് ഈ ഒരു സെക്സ് വർക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നുള്ളതാ അല്ലേ? ഒരു ശരിക്കും പറഞ്ഞാൽ കേട്ടുകേൾവില്ലാത്ത സംഭവമാണ്. എന്താണ് സംഭവം ചുരുക്കി പറ. ഇവിടെ ആരാണ് രഞ്ജുനെ അവിടെയൊക്കെ കൊണ്ടുവന്നത്? ഗൾഫിലെ കൊണ്ടുവന്നത് താരയാണ്. ഒരു സ്ത്രീയാണ് കൊണ്ടുവന്നത്. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് ആണെന്നൊക്കെയാ പറഞ്ഞത്. ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ മതി. അപ്പൊ അവളെ പറഞ്ഞ രീതി വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് അത്രയും അങ്ങോട്ട് ചിന്തിച്ചെടുക്കാനുള്ള കഴിവില്ലായിരുന്നു സെക്സിന്റെ ആണെന്നുള്ള കാര്യം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, രഞ്ജുവിന്റെ ഇവിടുത്തെ ജീവിതം വളരെ കഷ്ടമാണോ? വളരെ കഷ്ടം. ഞാനിവിടെ മൈക്രോ ഫിനാൻസ് വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അത് കഴിഞ്ഞ് അവള് പോയി കഴിഞ്ഞ 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ആ സെക്സ് ട്രാക്കിന്റെ രീതിയിലല്ല ഞാൻ പോയത്. ഒരു എൻ്റെ ഉണ്ടായ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ ഇരിപ്പുണ്ട്. അവര് എനിക്ക് അവിടെ ഒരു ഓഫർ ട്രൈ ചെയ്തു വന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് ചെന്നിട്ടും ഞാൻ എൻ്റെ നേരായ വഴിക്ക് പോയിട്ടും എനിക്ക് അവിടെ ചെന്നപ്പോൾ അനുഭവപ്പെട്ടത് ഈ സെക്സ് റാക്കറ്റിലാണ് പെടുന്നത്. ഈ ആയുർവേദം ഞാൻ ആദ്യമായിട്ട് ഇത് അറിയുന്ന വെച്ചാൽ അമൃത ആയുർവേദ കോളേജ്, അതൊക്കെയാണ്. എൻ്റെ അമ്മായിയമ്മ അവിടെയാണ് ജോലി ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള അറിവ് എനിക്കുള്ളൂ. അപ്പൊ അതിന്റെ മറവിൽ അവര് സെക്സ് 100 ദറംസ് വെച്ച് വാങ്ങിച്ചിട്ട് അകത്ത് കയറിയിട്ട് സെക്സ് അവർ ആവശ്യപ്പെടുന്നത്. അത് മലയാളികൾ ഏറ്റവും കൂടുതലിരുന്ന് മലയാളികളാണ്. അതും എനിക്കറിയാവുന്നതും എൻ്റെ പരിചയം ഒരുപാട് ആൾക്കാരും അത് വീണ്ടെടുത്തുള്ള പല ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ കരുതി എന്നെ രക്ഷിക്കും, എന്നെ രക്ഷപ്പെടുത്തും എന്നൊക്കെ. പക്ഷെ ശരിക്കും പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണം, ഫോണൊക്കെ ഉണ്ടെങ്കിലും അവരുടെ അണ്ടറിലായിരുന്നതല്ല. എങ്ങനെ രക്ഷപ്പെടണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഒരുപാട് ആൾക്കാരോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ട് പെൺകുട്ടിയല്ല, ഞാൻ ഇങ്ങനെയല്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? എന്നിട്ട് മനസ്സാക്ഷിയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു എന്നെ അവിടുന്ന് മാറ്റി ഒരു നല്ല സേഫായ സ്ഥലത്ത് നിർത്തുകയും എന്നിട്ട് അവിടുന്ന് എന്നെ വന്ന് ഓരോ ആൾക്കാർ പിന്തുടർന്ന് പുറകിൽ വന്ന് പിന്തുടർന്ന് അവർക്കും പേടിയായി പോയി. കാര്യം ഇത് നടത്തുന്ന ആൾക്കാർക്കും പേടിയായി പോയി. ഞാൻ ദുബായിലാണ്. ദുബായ് ദൈറയിലാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ ദൈറ മാത്രമല്ല, അവിടെ അജ്മാൻ, ഷാർജയിൽ എനിക്ക് അങ്ങനെ അറിയത്തില്ല. അജ്മാൻ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ സ്പായുടെ മറവിലും അതുപോലെ ഫ്ലാറ്റുകളിലും ഒക്കെയാണ്. ഫ്ലാറ്റുകൾ ഇങ്ങനെ ഫാമിലി താമസിക്കുന്ന രീതി താമസിച്ചിട്ട് ഫ്ലാറ്റുകളിൽ ഇങ്ങനെ റൂമൊക്കെ എടുത്തിട്ട് അവിടെ ആണുങ്ങളെ വിളിച്ചു വരുത്തി. അത് കൂടുതൽ വരുന്ന മലയാളികളാണ് വരുന്നത്. അതാണ് ഇതിന്റെ ഒരു വൈചിത്ര്യം അല്ലേ? അപ്പൊ ഈ മലയാളീസ് ശരിക്കും സെക്സ് ചെയ്യാൻ വേണ്ടി മാത്രമേ വരുന്നത്. അതെ,
അപ്പൊ എന്നിട്ട് വേറെ എന്താ അർത്ഥമല്ലേ? അതെ. അപ്പൊ അവര് വരുമ്പോഴത്തേക്ക് ഇത് അവസ്ഥ പറഞ്ഞ് അവസ്ഥ ബോധ്യപ്പെടുത്തി. പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എനിക്കൊരു ഒരു 7 പേരുണ്ടായിരുന്നു. ആ ആൾക്കാരാണ് എന്നെ രക്ഷിച്ചത്. എന്നെ എന്റേതായ രീതിയിൽ അല്ല ഇവരോടൊക്കെ പറയോ? അവരോട് പറയും. ഞാൻ ഓൾറെഡി അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വരുമ്പോൾ പൈസ വാങ്ങിച്ച് നമ്മൾ റൂമിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മളോട് ആവശ്യപ്പെടുന്ന ഡ്രസ്സ് ഊരാനൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനോട് താല്പര്യമില്ല. പക്ഷേ ഞാൻ ആദ്യമേ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എൻ്റെ അടുത്തുനിന്ന് വരുന്നതാണ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തൊരു 7 മനുഷ്യർ മാത്രമേ ഉള്ളായിരുന്നു. അത് കേട്ടിരുന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടുത്തി എന്നെ മാറ്റിയത്. ബാക്കി വന്നവരെല്ലാവരും എന്നെ ഉപയോഗിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അവർക്ക് യാതൊരു കാരണമില്ല. ഒരു കാരണമില്ല. കാര്യം ആ സമയത്ത് എനിക്ക് എനിക്ക് എൻ്റെ ജീവൻ നിലനിർത്തുക എന്നുള്ളതല്ലാതെ അതിന് തയ്യാറായി കൊടുക്കാൻ അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ എൻ്റെ മുന്നിൽ ഇല്ലായിരുന്നു. കാര്യം എനിക്ക് 2 മക്കളുണ്ട്, ഒരു മോളും ഒരു മോനും ഉണ്ട്. എനിക്കൊരു കുടുംബമുണ്ട്, ഞങ്ങൾ ട്വിൻസ്. എന്നെ പോലെ ഒരാളും കൂടെ ഉണ്ട്, പിന്നെ ചേച്ചിയുണ്ട്, അച്ഛനമ്മ, അവരെയൊക്കെ നോക്കുന്നത് ഞാൻ. ഒരു സമയം വരെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ വരെ അവരെ നോക്കും ഞാൻ. നല്ല രീതിയിൽ ഞാൻ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതെല്ലാം നാട്ടിൽ തിരിച്ചു പോയി എനിക്കത് അറിയിക്കണം. എന്നെപ്പോലെ ഒരുപാട് പിള്ളേർ അവിടെ നിന്നിട്ട് ഞങ്ങളെ കൊണ്ട് രക്ഷിക്കുമെന്നും പറഞ്ഞ് ഓരോരുത്തർ പറയുമ്പോൾ എന്ത് ചെയ്യണം. കൂടുതൽ മലയാളീസ് അതിനകത്ത് അറിഞ്ഞു വരുന്ന ആൾക്കുണ്ട്. അത് നമ്മുടെ അമ്മയുടെ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അവർക്കൊന്നും ഒരു കുറ്റബോധം ഇല്ല. അവിടെ മകനാണോ വരുന്നത് അല്ലെങ്കിൽ എന്തോ ആങ്ങളാണോ ഒന്നും നോക്കാതെ അവർക്ക് എല്ലാം ഈസി ആയിരുന്നു. എല്ലാവർക്കും പലരും അബുദാബിയിലും പലയിടത്തും എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എൻജോയ് ചെയ്യുന്നവരും ഉണ്ട് അവിടെ. അപ്പൊ ഇത് എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്, ഓരോ കസ്റ്റമേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം പൈസ തരുമോ? അവിടെ ആദ്യമായിട്ട് ചെല്ലുന്നവർക്ക് ഇവർ പോസ്റ്റൊക്കെ ഇടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ നമ്പർ വാങ്ങിച്ച് ഇവർ സേവ് ചെയ്തിടും. എന്നിട്ട് പോസ്റ്റ് ഒക്കെ ഇടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ മല്ലു കമ്മിങ് എന്നൊക്കെ പറഞ്ഞിടും. അപ്പോഴത്തേക്ക് പുതിയ ആളുകൾ പെണ്ണുങ്ങൾ വന്നു പറഞ്ഞ് കുറെ ആൺപിള്ളേർ ഇങ്ങനെ വരും. ടിപ്പൊന്നും അല്ല, ടിപ്പായിട്ടൊന്നും തരത്തൊന്നുമില്ല. ഇവർ അതിന്റെ അവിടെ നിർത്തിക്കുന്ന ആൾക്കാരുണ്ട്, അവിടെ ഗേറ്റ്മാൻമാരായിട്ടൊക്കെ. പക്ഷെ അവരും ഇതിനകത്ത് നിരപരാധികളാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല അകത്ത് എന്താ നടക്കുന്നതെന്ന്. അവരും ഇപ്പൊ നമ്മളെപ്പോലെ ഓരോരോ വീടിന്റെ കഷ്ടപ്പാട് കൊണ്ട് വരുന്നതാണ്. അവർ ആ നിൽക്കുന്ന ഗേറ്റ്മാൻമാരാണെങ്കിലും പറയുന്നില്ല നിങ്ങൾ അകത്ത് ഇന്നത് ചെയ്യുമെന്ന് പറയുന്നില്ല. നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കി നിൽക്കുന്നവരാണ്. പക്ഷെ ഇതിന്റെ മെയിൻ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് എടുത്തിടുക, അതിനകത്ത് 2 ജോലിക്കാരെ നിർത്തുക, അതിനകത്ത് ഇങ്ങനെ സെക്സ് വർക്ക് എടുക്കാൻ വേണ്ടി പെമ്പിള്ളേരെ കൊണ്ടുവരിക, എന്നിട്ട് അതിന്റെ ഓണറുകൾ പ്രത്യേകം മാറി താമസിക്കുക. അതാണ് അവർ ചെയ്യുന്നത്. വൈകുന്നേരം എല്ലാം കഴിഞ്ഞിട്ട് പൈസ വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഓണർമാർ വരുന്നത്. അതിനകത്ത് ആ നിൽക്കുന്ന അത്രയും ആൾക്കാർ നിരപരാധികളാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നാളെ അവർ ചിന്തിക്കുമ്പോഴും നാളെ ഇതിനകത്ത് ഞങ്ങളും കുടുങ്ങിപ്പോകുന്നൊരു പേടി കൊണ്ടാണ് അവരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. രഞ്ജി അവിടെ ചെല്ലുമ്പോൾ എത്ര സ്ത്രീകൾ പെട്ട് കിടക്കുന്നുണ്ട്? എന്നെ അവർ അബുദാബി കൊണ്ടുപോയിട്ടുണ്ട്, അതേപോലെ അജ്മാൻ, പിന്നെ ദേറ. അജ്മാൻ തന്നെ 2-3 സ്ഥലങ്ങൾ കൊണ്ടുപോകും. അവിടെ ഇഷ്ടംപോലെ മലയാളി പെമ്പിള്ളേർ, ഹരിപ്പാട് വരെയുള്ള കുറേ പെമ്പിള്ളേർ, എനിക്ക് അറിയാവുന്ന ആൾക്കാർ വരെ ഇഷ്ടംപോലെ. എനിക്ക് കണ്ടാലും അറിയാം. എനിക്ക് അവരെക്കുറിച്ച് പറയുന്നത് യാതൊരു മടിയില്ല. ഇപ്പം ഞാനത് പറയുക തന്നെ ചെയ്യും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അവരോട് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അതിന് മുന്നേ അവിടെ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അവരൊക്കെ അതൊരു മാതിരി നല്ല ജോലി എന്ന രീതിയിൽ എൻജോയ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അവരാരും രക്ഷിക്കത്തില്ല നമ്മളെ. അവർക്കൊക്കെ പൈസ മതി. പൈസയുടെ അതിനകത്ത് എത്ര രൂപ കിട്ടും എന്നുള്ള കാര്യം നല്ല രീതിയിൽ അവർക്ക് അറിയാം. ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഉണ്ടാക്കുന്നുണ്ട്, അവിടെ തന്നെ ഉണ്ടാക്കും. ഞങ്ങളുടെ ഈ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ, എനിക്ക് അറിയാവുന്ന ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പരിചയം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്റെ ചേച്ചി ഫ്ലിപ്കാർട്ടിൽ അറിയുന്നില്ല. ആ ചേട്ടനൊക്കെയാണ് എന്നോട്. പിന്നെ അവരൊക്കെ അങ്ങനെ എന്നെ അറിയുന്ന അങ്ങനെയാണ്. ചേച്ചി ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ സാധനം വാങ്ങുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ അങ്ങനെ അവിടെ വന്നപ്പോഴും ചോദിച്ചു അനിയത്തിയല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ ആണ്, എന്നെ അങ്ങനെ അറിയാം. അപ്പോൾ ആ പുള്ളി ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ കണ്ടു. പക്ഷേ ആ പുള്ളി മാസ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. അപ്പം ഞാൻ അവിടെ വന്നിട്ടുണ്ട്, മോളെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് അറിയാനൊക്കെ തുടങ്ങിയത്. പിന്നെ അല്ലാണ്ട് അവിടെ കുറച്ച് ആൾക്കാരും അതുമല്ല അവിടെ നിന്ന് ഞാൻ അജ്മാനിൽ ഒരു ഫ്ലാറ്റിൽ പെട്ടുപോയപ്പം അവിടെ നിന്നൊരു ഗൈഡ്മാൻ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരൊക്കെ ഉൾപ്പെട്ടായിരുന്നു എന്നെ അവിടുന്ന് മാറ്റുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. എത്ര നാൾ നിന്നായിരുന്നു ഗൾഫിൽ? അവിടെ ഞാൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു 3-4 മാസത്തോളം എനിക്ക് നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ സേഫ് ആയിരുന്നു, കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടും എന്നെ മനഃപൂർവ്വം അറിഞ്ഞ് വീണ്ടും അതിലോട്ട് നല്ല ജോലിയെന്നും പറഞ്ഞ് ഇവിടുന്ന് ഒമാനിലോട്ട് വിളിച്ചിട്ട്, അത് എന്താ നമ്മുടെ ഈ ഹോസ്റ്റലിൽ വാർഡൻ്റെ വേക്കൻസി എന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തിയിട്ട് അവിടെ ചെന്നപ്പോഴും അതല്ല. അവിടെ ഒമാനിലും ഈ പറയുന്ന ഓരോരോ രാജ്യങ്ങളിലും ഉണ്ട്. ഒമാൻ, ദുബായ്, അങ്ങനെയുള്ള പല കൺട്രികളിലും ഇങ്ങനെ നടത്തുന്നുണ്ട്. മനസ്സിന് ഇഷ്ടപ്പെടാത്ത ജോലിയാണല്ലോ ചെയ്യുന്നത്. എങ്ങനെ അത് കീഴ്പ്പെട്ട് കൊടുക്കുന്നു? ഇവർ നിർബന്ധിക്കും. എന്താണ് ചെയ്യുന്നത്? നിർബന്ധിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടൊന്നും അല്ലല്ലോ ഇവർ ആദ്യം നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ പാസ്പോർട്ട് എല്ലാം വാങ്ങിച്ചിട്ട് ഇവർ നമ്മളെ നിന്ന് അവിടെ കൊണ്ടുപോയിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ വിസിറ്റിൻ്റെയും ടിക്കറ്റിൻ്റെ പൈസ നിങ്ങൾ തരണം, അത് ജോലി തരണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, പോലീസ് അങ്ങനെ ചെയ്യും, ദുബായ് പോലീസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പേടിപ്പിച്ച് നിർത്തിയേക്കും.
അപ്പം നമ്മൾക്ക് ഈ ദുബായ് പോലീസിനെ കുറിച്ച് അറിവെന്നൊക്കെ വെച്ചാൽ നമ്മളിങ്ങനെ ഫോൺ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ വാർത്തകൾ കണ്ട് അപ്പോൾ ആ ഒരു ബഹുമാനം കൊണ്ട് നമ്മൾ ചോദിക്കും അവരൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് കരുതിയിട്ടാണ്. പക്ഷേ അതെനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ എൻ്റെ വിസിറ്റ് തീർന്നിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ അലൈൻ പോലീസ് സ്റ്റേഷൻ ചെന്ന് കംപ്ലയിൻറ്റ് കൊടുത്തു. എൻ്റെ വിസിറ്റ് തീർന്നു. അങ്ങനെ അവിടെ എന്നെ ഒരു 10 ദിവസം പോലും തികച്ചെടുത്തില്ല. അവരെനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ 1900 ദിർഹംസ് അടിച്ച് എൻ്റെ വിസിറ്റിൻ്റെ ഇതെല്ലാം മാറ്റിയിട്ട് എന്നെ അവിടെ നിന്ന് നിസ്സാരം പോലും ഇറക്കി വിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ പോലീസുകാരൊന്നും യാതൊരു ക്രൂരന്മാരല്ല. അവരെല്ലാം ന്യായത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന, അവരെയും പറഞ്ഞു പറ്റിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഈ മാതിരിയുള്ള അഹങ്കാരങ്ങൾ കാണിക്കുന്നത്. പറഞ്ഞ രഞ്ജിന്റെ ജീവിതത്തിൽ വില്ലന്മാരായിട്ട് വന്ന് മുഴുവൻ മലയാളികളാണ്. അതെ അതെ, മലയാളീസിന് യാതൊരു കാരുണ്യമില്ല. ആദ്യമൊക്കെ ഇവർ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഓരോരോ ഇത് കാണുമല്ലോ, അപ്പോൾ സമയം എടുക്കാം, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി എന്തായാലും ഒരു പെണ്ണ് ഇങ്ങനെ പെട്ട് കിടക്കുമ്പോഴത്തേക്ക് ഇത്രയും സമയം എന്തായാലും വേണ്ടി വരത്തില്ല, അതും മാസങ്ങളോളം വേണ്ടി വരത്തില്ല. അപ്പോൾ അതൊക്കെ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടിയാണെന്നുള്ള കാര്യം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാനിവരൊക്കെ വിശ്വസിച്ച് പോയി. നമ്മൾ തൊട്ടടുത്തുള്ള ആൾക്കാരല്ലേ, ആ ഒരു മൈൻഡിലാണ് നമ്മൾ അവരെ ഇന്നലെ നാളെങ്കിലും ഒന്നവരെ രക്ഷപ്പെടുത്തുന്ന ഒരു ഇത് ഇരുന്നത്. ഇങ്ങനെ പെട്ടുപോയാൽ സാധാരണ ആരും ക്യാമറയ്ക്ക് പറയുന്നത് വളരെ അപൂർവമാണ്. രഞ്ജു എന്താ അങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മുഖം പോലും മറക്കണ്ട എന്ന് പറയുന്നു. അത് പറയാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ചൊരു പെണ്ണല്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ കുഞ്ഞിലെ മുതലേ എൻ്റെ വീട് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞ് ജീവിച്ച് ഞാൻ നല്ല അന്തസ്സുള്ള ഒരു ജോലി, ഇൻഡസ്ഇൻഡ് ബാങ്കിലെ മൈക്രോ ഫിനാൻസ് നല്ലൊരു ജോലി ഞാൻ ജീവിച്ചൊരു പെൺകുട്ടിയാണ്. 1.5 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തത്. ആ വർക്കിൻ്റെ സമയത്ത് ഞാൻ അവിടുന്ന് റെസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ സാറന്മാർ നേരിട്ട് ചോദിച്ചു മേഡം ഇറങ്ങണോ എന്നൊരു വാക്ക് വെച്ച് അപ്പോഴും അനിയത്തെ കല്യാണം കഴിപ്പിക്കണം, വീട് നല്ല രീതിയിൽ പുതുക്കി പണിയണം, ആ ഒരു ആഗ്രഹമാണ് കയറിയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ തെറ്റുകാരിയായിട്ടാണ് തിരിച്ച് നാട്ടിൽ വന്നേക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു നിയമവും പോലീസുകാരും പോലും എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അവർക്കൊരു വാർത്ത കിട്ടി ആ സമയത്ത് അവർക്ക് കൊണ്ടുനടക്കാൻ വേണ്ടിയുള്ള ഒരു ഹൈലൈറ്റ് അത്രയുള്ള അവർ കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ഒരു മോളുണ്ട്, എനിക്ക് ആ നാളെ അത് അവിടെ ഭാവിയെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ മറിഞ്ഞിരുന്നിട്ട് ഞാൻ ചെയ്ത അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ട്, അത് അന്വേഷിക്കണമായിരുന്നു, പോകണമായിരുന്നു. അപ്പോൾ ആ തെറ്റ് മനസ്സിലാക്കി അത് പുറലോകം അറിയിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് മാത്രമല്ല എന്നെപ്പോൾ ഒരുപാട് പെൺപിള്ളേർ അവിടെ ഇപ്പോഴും പെട്ടുകിടപ്പുണ്ട്, ഈ സമയത്തും പെട്ടുകിടപ്പുണ്ട്. അതും ഒന്നും അറിയാതെ പോയി ഇപ്പോഴും കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു. അതും ഈ അച്ഛനും അമ്മമാരുടെയും കൂടെ തെറ്റുകൊണ്ട് കാരണം മക്കൾ എവിടെയൊക്കെ പോകുന്നെന്നുള്ള കാര്യം ആരും അന്വേഷിക്കുന്നില്ല. അത് മാത്രമല്ല അവിടെ വരുന്ന ഓരോ ആൺപിള്ളേരും പെൺപിള്ളേരെ കൊടുക്കാൻ വേണ്ടി വരുന്നതല്ല, അവർക്കും കുടുംബമുള്ളതല്ലേ, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോട്ടെ എന്ന് പറഞ്ഞായിരിക്കും അവർ 100-200 കൊടുത്ത് അവിടെ വരുന്നത്. അതിനകത്ത് എല്ലാവരും ഒരാൾ പെണ്ണിൻ്റെ സ്നേഹത്ത് ഓടുന്നില്ല. അതെനിക്ക് അവിടെ വന്നുള്ള അനുഭവം മാത്രമാണ്. അപ്പോൾ അവർക്കൂടെ അതും ലാസ്റ്റ് വരുന്ന ആണുങ്ങളുടെ മണ്ടയ്ക്കാണ് വരുന്നത്. ആണുങ്ങൾ കാരണമാണ് എല്ലാവരും മൊത്തം സ്ത്രീ സമൂഹത്തെ മാത്രമേ പൊക്കി അറിയത്തുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് വെച്ചാൽ ആൺപിള്ളേർ കാരണമാണ് എല്ലാ പെണ്ണും രക്ഷപ്പെട്ട് പോകുന്നത്. ആണുങ്ങളുടെ ഇത് കഴിവുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ രക്ഷപ്പെട്ടത്, അല്ലാതെ ഒരു പെണ്ണിനെ കഴിവുകൊണ്ടിട്ടില്ല. ഈ രക്ഷിച്ച ആൾക്കാർ എന്നെ ഉപയോഗിച്ചിട്ടില്ല. ആണുങ്ങളായിട്ട് ഏറ്റവും കൂടുതലും പെണ്ണുങ്ങളാണ് ഇതിനകത്ത് അതിന്റെ മെയിനായിട്ട് ആൾക്കാർ നിൽക്കുന്നത്. ആലപ്പുഴയും എല്ലാ ജില്ലകളിൽ നിന്ന് ഓരോരോ ആൾക്കാരുണ്ട്. അപ്പൊ ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ധൈര്യപൂർവ്വം മുഖം പോലും മറക്കണ്ട എന്ന് പറഞ്ഞു വന്നേക്കുന്നത് അല്ലേ? മുഖം മറക്കണോ? വേണ്ട, എനിക്ക് മുഖം മറക്കണ്ട, ഒരാവശ്യമില്ല. എന്തിന് ഇല്ല. ഞാനിപ്പോ ഇത് കണ്ട് ഒരുപാട് ആൾക്കാർ നമ്പർ തപ്പിയൊക്കെ എടുത്ത് വിളിച്ചാൽ ഞാൻ കൊടുക്കുന്ന മറുപടി ഞാൻ കൊടുക്കും. കാര്യം പുറലോകം അറിയണമെന്നുള്ളത് എന്റെയും കൂടെ ആവശ്യമാണ്. എനിക്ക് ഒരു മോളൊരു മോനുണ്ട്, അവർ നാളെ വളർന്നു വരുവാണ്. നാളെ അവർക്കൊരു അവസ്ഥ എന്ന് കഴിഞ്ഞാൽ അന്ന് ഞാൻ ഓർത്ത് സങ്കടപ്പെടേണ്ടി വരും. ഞാൻ അന്ന് അത് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മക്കൾക്ക് ഒരു അവസ്ഥ വരത്തില്ലല്ലോ. അപ്പം എന്നെപ്പോലെ ഞാൻ വളർത്തുന്ന പോലെ ഒരുപാട് അച്ഛനമ്മമാർ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ ഒരു നിസ്സാര സമയം കൊണ്ട് അവരെല്ലാം അടിച്ചമർത്തിക്കളഞ്ഞത്. ഞാനിപ്പോ ഇവിടെ കല്യാൺ സിൽക്സ് ജോലിക്ക് കയറിയായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് നാൾ കൊണ്ട് അറിയട്ടെ, കുഴപ്പമില്ല. ഞാനിപ്പോ എവിടെ ഒരു ജോലി ചെന്നാലും ഞാൻ എന്റെ പാസ്റ്റ് ഓൾറെഡി പറഞ്ഞിട്ട് ഞാൻ ജോലിക്ക് കയറുള്ളൂ. കാരണം എന്നെ കുറിച്ച് ഒരാള് മറ്റുള്ളവരോട് പറഞ്ഞറിഞ്ഞ് ഇതിനെക്കാട്ടി നല്ലത് ഞാൻ പറഞ്ഞറിയാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗൾഫിൽ എന്താ നടക്കുന്ന ആർക്കും അറിയത്തില്ല. അറിയാത്തതല്ല, അല്ല അറിഞ്ഞിട്ട് ആരും അറിയാത്ത നടക്കുന്നതാണ്. അല്ല, ഇങ്ങനെ ധൈര്യപൂർവ്വം വന്നേക്കുന്നത് ഇയാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് പലരും മൂടി വെക്കും, പക്ഷെ ധൈര്യപൂർവ്വം പറയുന്നു അല്ലേ? അത് നാളെ ഒരു സമയത്ത് തെറ്റാൻ തോന്നിയാലോ? ഒരിക്കലും തോന്നത്തില്ല. കാരണം ഞാൻ അറിഞ്ഞുപോയി ചെയ്ത തെറ്റല്ല, ഇതൊക്കെ തെറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണ് ഒരാളുടെ മുന്നിൽ തുണിമാറുക എന്ന് വെച്ചാൽ അത് അവളുടെ ഭർത്താവിന് മുന്നിലായിരിക്കണം. ഒരിക്കലും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാനുള്ള ഒരു പെണ്ണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാര്യം ഓരോ ദിവസം ഞാൻ അവിടെ കരയുമായിരുന്നു. അത് എന്ത് ചെയ്യണം? ഒരു ദിവസം എത്ര കസ്റ്റമേഴ്സ് വരും? 10-23 ആൾക്കാർ വരെ അവിടെ വന്നിട്ടുണ്ട്. ഒരു ദിവസം വരെ 10-23 ആൾക്കാർ വന്നിട്ട് അവിടുത്തെ ഒരു ദയനീയ അവസ്ഥയുണ്ടല്ലോ, അത് പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാകത്തില്ല. ഞാൻ അവിടെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു. ഒരു ദിവസം എടുത്തിട്ടുണ്ട്. 23 കസ്റ്റമർ വരെ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ പിഴിഞ്ഞെടുക്കുവരല്ലേ? ഒരു ദാക്ഷിണ്യമില്ല. ഇതിപ്പോൾ ഞാൻ പുറത്ത് പറയുമ്പോൾ പല ആൾക്കാരും പല രീതിയിൽ കമൻറ്റ് ഇടും. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. സത്യം എന്താണ്, ഞാൻ എന്താണ് അനുഭവിച്ചുള്ള എനിക്ക് ബോധമുള്ള കാര്യം. മറ്റുള്ളവർ പറയുന്ന ഒരു വാക്കുകളും എന്നെ എൻ്റെ കുടുംബത്തെ കേൾക്കത്തില്ല. ഇപ്പം ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത്. എനിക്കത്
ഒരു ദിവസം 23 പേരാണ് ഈ ശരിക്കും പറഞ്ഞ ഈ പുള്ളിക്കാരുമായിട്ട് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. അവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കെ. ഈ നാട്ടിൽ നിന്ന് ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ പുറത്തേക്ക് കയറി പോകുന്നുണ്ട്. ഓക്കെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ പോയി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ടോ? പക്ഷെ വീട്ടിലുള്ള നിങ്ങളെ രക്ഷകർത്താക്കൾ തിരക്കണം നിങ്ങളുടെ മക്കൾക്ക് ശരിക്കും അവിടെ എന്താണ് ജോലി എന്നുള്ളത്. ശരിക്കും അവരവിടെ പെട്ട് കിടക്കായിരിക്കും. നിങ്ങൾ നോക്കാൻ നേരത്തെ കറക്റ്റായിട്ട് മാസാമാസം ലക്ഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എൻ്റെ മോൾക്ക് അവിടെ നല്ല ജോലിയാണ്, അവർക്ക് AC റൂമിലെ ജോലിയാണ്, വെറുതെ ഇരുന്ന് ചെയ്യേണ്ട ജോലി തന്നെയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ തിരക്കണം നിങ്ങളുടെ മക്കൾക്ക് എവിടെ നിന്നാണ് ഇത്ര വരുമാനം, എവിടെ നിന്നാണ് ഇത്ര പണം വരുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ ചിന്തിക്കണം. ഇതൊരു വെറും ഒരു ഉദാഹരണം മാത്രമാണ് ഈ ഒരു സ്ത്രീ. അവർ പറയുന്നത് കേട്ടല്ലോ, കേരളത്തിലുള്ള ഒരുപാട് സ്ത്രീകൾ, ആലപ്പുഴയും കൊല്ലവും എറണാകുളവും ഒക്കെ ഉള്ള ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ ദുബായിൽ പോയി ട്രാപ്പിൽ പെട്ട് കിടക്കുന്നുണ്ട്. സോ അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ സഹായിക്കട്ടെ. അതുപോലെ തന്നെ ഇനിയെങ്കിലും ഇതുപോലുള്ള കെണികളിൽ നിങ്ങൾ വീഴാതിരിക്കുക. ഇതുപോലെ പല ഏജൻസികളും ഇതുപോലെ ആയുർവേദ സ്പാ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സാലറി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ജെന്യൂൻ ആണെങ്കിൽ മാത്രം ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നാട്ടിൽ ഒരുപാട് നല്ല ജോലികളുണ്ട്, ശമ്പളം കുറവാണെന്നേ ഉള്ളൂ. മാന്യമായിട്ടുള്ള രീതിയിൽ നല്ല ജോലികൾ നാട്ടിൽ കിട്ടും. സോ ട്രാപ്പിൽ പോയി പെടാതിരിക്കുക. പെട്ട് കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ പിന്നെ അതിൽ നിന്ന് ഒരു മോചനം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. പേരുദോഷം അടക്കം ലൈഫ് അവിടെ തീരും. അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ലൈഫ് തീരും. സോ അതുകൊണ്ട് എടുത്തു ചാടാതെ നല്ലപോലെ ആലോചിച്ചും തിരക്കിയും കണ്ടും ഒക്കെ ഇതുപോലെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ ലേഡിക്ക് വന്ന പോലെ ഒരു അവസ്ഥ നിങ്ങൾക്ക് നാളെ ഉണ്ടായേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് ആളുകൾ ഈ വീഡിയോ കണ്ട് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ്സ് ആയിട്ട് രൂപപ്പെടുത്തുക സുഹൃത്തുക്കളെ. നിങ്ങൾ എന്നെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്ക്. ഒരു ഒറ്റ ക്ലിക്ക് പോയി ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ പോരെ. കാരണം എന്റെ നേരത്തെ യൂട്യൂബ് ചാനൽ ഇതുപോലെ പോയതാണ്. സോ ഇപ്പോൾ പുതിയൊരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയതാണ്. സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും വീഡിയോസ് ഇടാനുള്ള ചെറിയൊരു പ്രചോദനം അതാവും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.